I went to a restaurant yesterday. I went for dinner yesterday. 2 and 4. A little bit confusing, right? നമുക്ക് എല്ലാവർക്കും അറിയുന്ന രണ്ട് യൂസേജസ് ആണ് 2 and 4. But still, whenever we come across these two words, 2 and 4, we often get confused. Am I right? Okay, so today we are going to discuss where and how we can bring out the usages 2 as well as 4. Now let's get started, and we are going to concentrate on the first one, that is 2. 2. എവിടേക്കായിരിക്കും നമുക്ക് 2 ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. And the first situation is destination. Destination. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസിലോട്ട് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിലോട്ട് പോകും അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലോട്ട് പോകുന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് we bring out the usage 2 over there. Let's see two of our examples. First one is that I'll be going to Dubai at the end of December. ഞാൻ ഡിസംബർ ഒരു എൻഡ് ആവുമ്പോഴേക്ക് ദുബായിലോട്ട് പോകും. And second one is I went to office yesterday. ഞാൻ ഇന്നലെ ഓഫീസിലോട്ട് പോയി. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എന്താ ഒരു പ്ലേസിലോട്ട് പോകുന്നതിന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് we brought out the usage 2 over there. Now let's move on to the second situation. Second one is time. Time. നമ്മൾ ടിൽ എന്നൊരു വേർഡ് ഉപയോഗിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു വരെ എന്നാണ് മീനിങ്. അപ്പോൾ ടെല്ലിന് പകരമാണ് നമ്മൾ ഒരു സമയം വരെ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് we bring out the usage 2 over here. Let's see how we can use that. First one is that the restaurant is open from Monday to Friday. അതായത് റെസ്റ്റോറൻറ്റ് മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഓപ്പൺ ആണ്. And the second one is that she'll be there from morning to evening. അവൾ മോർണിംഗ് മുതൽ ഈവനിങ് വരെ അവിടെ ഉണ്ടാവുമായിരിക്കും. Okay, now let's move on to the third situation. Third one is comparison. Comparison. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു കാര്യത്തിനേക്കാൾ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനേക്കാൾ ബെറ്റർ ആണെന്ന് പറയാനാണ് we bring out the usage 2 over here. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. I prefer traveling to sitting at home. ഞാൻ വീട്ടിൽ ഇരിക്കുന്നേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്രാവലിംഗ് ആണ്. And second one is that I prefer practicing yoga to working out at gym. ഞാൻ ജിമ്മിൽ വർക്കിംഗ് ഔട്ട് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. Okay, now let's move on to the fourth situation. And the fourth situation is that receiver of an action. Receiver of an action. ഇവിടെ ആർക്കാണോ അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണ് ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ആ പേഴ്സൺ ആണ് നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. I gave the book to my sister. ഞാൻ ബുക്ക് എൻ്റെ സിസ്റ്ററിന് കൊടുത്തു. And the second one is that I passed my pen to her. ഞാൻ എൻ്റെ പെന്ന് അവൾക്ക് പാസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷനിൽ സിസ്റ്റർ ആണ് ആക്ഷൻ റിസീവ് ചെയ്യുന്നത്. സെക്കൻഡ് സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ ഒരു ഗേൾ ആണ് ആക്ഷൻ റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ അവിടെ എന്ത് ചെയ്തു കൊടുത്തത്? We have given there 2. Okay. Now let's move on to the fifth situation. Fifth situation is that to express the reason. To express the reason. നമ്മൾ റീസൺ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? 2 ഉപയോഗിക്കാം. എങ്ങനെ നമുക്ക് നോക്കാം. I came here to help you. ഞാൻ ഇവിടെ വന്നത് നിന്നെ സഹായിക്കാനാണ്. And the second one is that I called her to clear my doubts. ഞാൻ അവളെ വിളിച്ചത് എൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണ്. Okay, that's it about 2. Now let's move on to the second topic or the second one, that is 4. 4. എവിടെയായിരിക്കും നമുക്ക് 4 ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. And the first one is that benefits. Benefits. നമ്മൾ എനിക്കോ അല്ലെങ്കിൽ വേറൊരു പേഴ്സണ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ അവിടെ നമുക്ക് 4 ഉപയോഗിക്കാം. നമുക്ക് നോക്കാം എങ്ങനെ അത് ചെയ്യാമെന്ന്. I bought a gift for my friend. ഞാൻ ഒരു ഗിഫ്റ്റ് ആർക്ക് വേണ്ടി? എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചു. And the second one is that I stopped consuming soft drinks for my better health. ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൺസ്യൂം ചെയ്യുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എൻ്റെ ബെറ്റർ ഹെൽത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ ബെനിഫിറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തത്? 4 യൂസ് ചെയ്തത്. Now let's go to the second situation. Second one is that the period of time. Period of time. നമ്മളൊരു സമയം അല്ലെങ്കിൽ ഒരു കാലത്തെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? 4 ഉപയോഗിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ്. I have been living in Calicut for 9 years. ഞാൻ 9 വർഷമായിട്ട് ഞാൻ കാലിക്കറ്റിൽ താമസിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. Now the second one is that we have been friends for a long time.
ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ കാലത്തെ അല്ലെങ്കിൽ നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് വി ബ്രോട്ട് ഔട്ട് ദ യൂസേജ് ഫോർ ഓവർ ഹിയർ. Now let's move on to the third one. Third one is that the schedule. Schedule. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can bring out the usage for over here. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാമെന്ന്. I made an appointment with doctor for tomorrow. ഞാൻ നാളത്തോട്ട് വേണ്ടി ഡോക്ടറിനായിട്ട് ഒരു അപ്പോയിൻമെന്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെന്റ് വെച്ചിട്ടുണ്ട്. And the second one is that your flight is scheduled for July 31st. July 31st-നാണ് നിന്റെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ we can bring out the usage for over here. Now the fourth one is that to express a reason. To express a reason. നമ്മളൊരു റീസൺ എക്സ്പ്രസ് ചെയ്യാൻ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? ഫോർ യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. She was promoted for her hard work. അവൾ പ്രൊമോട്ടഡ് ആയി. എന്തിനാണ് അവൾ പ്രൊമോട്ടഡ് ആയത്? അവൾ ഹാർഡ് വർക്ക് കാരണം. And the second one is that I came here for my books. ഞാൻ ഇവിടെ വന്നത് എൻ്റെ ബുക്സിന് വേണ്ടിയിട്ടാണ്. Okay. And the fifth one is that the purpose of something. Purpose of something. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഒരു പേർപ്പസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് നമുക്ക് പറയാം. വി ക്യാൻ ബ്രിങ് ഔട്ട് ദ യൂസേജ് ഫോർ ഓവർ ഹിയർ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഐ വാച്ച് ഇംഗ്ലീഷ് മൂവീസ് ഫോർ ഇംപ്രൂവിങ് മൈ ലാംഗ്വേജ്. ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട് എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ഐ വർക്ക് ഔട്ട് ഡെയിലി ഫോർ മെയിൻറ്റെയിനിങ് മൈ വെയിറ്റ്. എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളെ ഇൻറ്റൻഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് വി ബ്രോട്ട് ഔട്ട് ദ യൂസേജ് ഫോർ. ഓക്കെ, now we are going to see some of the situations where we can use 2 and 4 simultaneously, but it gives different meanings. നമുക്ക് 2 and 4 ഒരേ സെന്റൻസ് തന്നെ ഉപയോഗിക്കാം, പക്ഷേ ഡിഫറെന്റ് മീനിങ്സ് ആയിരിക്കും തരുന്നത്. നമുക്ക് നോക്കാം which are the situations. And the first one is reason. Reason. നമ്മൾ എന്തെങ്കിലും റീസൺ അല്ലെങ്കിൽ കാരണത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാനും we can bring out the usages 2 as well as 4, but only according to the situation. സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് 2 and 4 കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കൊണ്ടുവരുന്നത്. And the first example is that I speak in English to improve my communication skills. This we can say as I speak in English for my communication skills. ഇവിടെ 2 വന്നപ്പോൾ നമ്മൾ ഇംപ്രൂവ് കൊണ്ടുവന്നു, 4 വന്നപ്പോൾ എന്താണ് ഡയറക്ട്ലി കാര്യത്തിലോട്ട് പോയി അല്ലേ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 വരുമ്പോൾ വി ഹാവ് ടു യൂസ് ദെയർ വെർബ്, 4 വരുമ്പോൾ നൗൺ. സിമ്പിൾ ആയിട്ട് പറയുന്നത് 2 ആണെങ്കിൽ നമ്മൾ ആക്ഷൻ ആണ് കൊണ്ടുവരേണ്ടത്, 4 ആണെങ്കിൽ ഡയറക്ട്ലി എന്തിനാണോ നമ്മളത് ചെയ്യുന്നത് അതിലോട്ട് പോയാൽ മതി. Now let's move on to the second example. I practice yoga to get more flexibility. Similarly, I practice yoga for more flexibility. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് 2 യൂസ് ചെയ്യേണ്ടത് 4 യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദ സെക്കൻഡ് സിറ്റുവേഷൻ ഇസ് ദാറ്റ് റെസിപ്പിയൻറ്റ്. റെസിപ്പിയൻറ്റ് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സണെ ആക്ഷൻ റിസീവ് ചെയ്യുമ്പോൾ ആക്ഷൻ റിസീവ് ചെയ്യുന്ന പേഴ്സൺ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്കിവിടെ 2 കൊണ്ടുവരാം, 4 കൊണ്ടുവരാം, 4 കൊണ്ടുവരാം. ലെറ്റ്സ് സീ ഹൗ ടു യൂസ് ദാറ്റ്. ആൻഡ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ദാറ്റ് ഷീ ബ്രോട്ട് ലഞ്ച് ടു മീ. ഷീ ബ്രോട്ട് ലഞ്ച് ഫോർ മീ. രണ്ട് എക്സാമ്പിൾസും സിമിലർ ആണ്, ഏകദേശം ഒരുപോലെയാണ്. ഇവിടെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഷീ ബ്രോട്ട് ലഞ്ച് ടു മീ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ മൊമെന്റ് ആണ് കാണുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തിലോട്ട് ആ ഒരു ലഞ്ച്, ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ അത് മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷീ ബ്രോട്ട് ലഞ്ച് ടു മീ എന്ന് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ഷീ ബ്രോട്ട് ലഞ്ച് ഫോർ മീ. അത് ആക്ച്വലി എ വേ ഓഫ് ഷോയിങ് ലവ് ആണ്. അതുകൊണ്ടാണ് അവൾ എനിക്ക് വേണ്ടി ലഞ്ച് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ 4 കൊണ്ടുവന്നു. ഓക്കെ, ആൻഡ് നൗ ദ തേർഡ് സിറ്റുവേഷൻ ഇസ് ദാറ്റ് ട്രാവൽ. ട്രാവൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും അവിടെ നമുക്ക് 2 and 4 യൂസ് ചെയ്യാം, ബട്ട് ഓൺലി അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആസ് ഐ ടോൾഡ് യു ബിഫോർ. എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. I went to movie theater yesterday. I went for movie yesterday. ഇവിടെ 2 വരുമ്പോൾ നമ്മൾ പ്ലേസ് ആണ് പറയേണ്ടത് അല്ലെങ്കിൽ ടു സംവെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. 4 വരുമ്പോൾ സംതിങ്, എന്തിനാണോ നമ്മൾ പോയത് എന്നാണ് നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Now let's move on to the second example. I went to office yesterday. That's actually a place. I went for work yesterday. That we are actually saying about the reason. Okay. Now the next situation is that apologize. Apologize.
നമ്മളൊരു പേഴ്സണോട് അപ്പോളജൈസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ടു ആൻഡ് ഫോർ ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ദാറ്റ് I apologize for breaking the cup. And second one is that I apologize to her. ഇവിടെ ഫോർ യൂസ് ചെയ്യുന്നത് സംതിങ്, എന്തിനാണ് നമ്മൾ പൊട്ടിച്ചത് ആ ഒരു റീസൺ പറയാനാണ്. ടു യൂസ് ചെയ്യുന്നത് ആരോടാണ് അപ്പോളജൈസ് ചെയ്തത് അത് പറയാനാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിറ്റുവേഷൻ ഇസ് ദാറ്റ് വെയിറ്റ്. വെയിറ്റ് എവിടെയായിരിക്കും നമ്മൾ വെയിറ്റ് ഉപയോഗിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് വെയിറ്റ് വെച്ച് പറയാറുണ്ട് അല്ലേ? പക്ഷെ ചെറിയൊരു ചേഞ്ചസ് വരുന്നുണ്ട്. ടു ആൻഡ് ഫോർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ്. I waited for her. I waited for the concert. ഇവിടെ ഫോർ ഉപയോഗിക്കുന്നത് if we wait for something or someone, നമ്മൾ എന്തിനെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ടു യൂസ് ചെയ്യുന്നത് ടു ഡു സംതിങ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് വി ഹാവ് ടു യൂസ് ദ ടു. എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. I waited to finish off my work. I waited to call her. അപ്പോൾ ഇവിടെ നമ്മൾ ടു ഉപയോഗിച്ച എന്തിനാണ്? ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഡ്യൂട്ടി ചെയ്യാനാണ് വി ഹാവ് യൂസ്ഡ് ദ ടു. Okay guys, that's it about the usages 2 and 4, and hope you got it very well. And if you have got any doubts or if you want to give more examples regarding 2 and 4, you can either put in the comment box or you can send me personally. That's it about today. Okay, it's time to leave. This is Ruba Rasheed. Bye bye.